ഇന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് എൻ്റെ കുട്ടീൻ്റെ രക്ഷിതാവായിട്ട് ഞാനും എൻ്റെ കെട്ടിയോളും മതിയെന്നാണ്. ശരിയാണോ അല്ലേ? ശരിയാണോ അല്ലേ? ഇപ്പോൾ ഈ ഉപ്പ നിങ്ങളുടെ നാട്ടിലുള്ളൊരു കാർന്നൂറാണ്. ഉദാഹരണം എടുത്തോട്ടെ, വിഷമമില്ലല്ലോ. എന്താ പേര് പറഞ്ഞേ? മുഹമ്മദ്. മുഹമ്മദ് ഒക്കെ നാട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു കാർന്നൂറാണ്, നല്ലൊരു കാരണവരാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു ചെറുപ്പക്കാരനാണ്. എല്ലാത്തിനും സജീവ സാന്നിധ്യമായിട്ട് എല്ലാവർക്കും പരോപകാരം ചെയ്യുന്ന ഒരാളാണ്. മുമ്പൊരു നാട്ടിലത്തെ പൊതുപ്രവർത്തനമായിട്ടൊക്കെ നടക്കുമ്പോൾ മുമ്പൊരു ഇഷ്ടപ്പെട്ടൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ പേര് അബൂബക്കർ എന്നാണ്. അബൂബക്കറിൻ്റെ രണ്ടാമത്തെ കുട്ടി ഈ നാട്ടിലെ അത്ര സുഖകരമല്ലാത്തൊരു കൂട്ടുകെട്ടിൻ്റെ കൂടെ കറങ്ങുന്നതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. മുഹമ്മദ് ഖാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഓൻ്റെ ഇരുത്തൊക്കെ ആ MDM-ൻ്റെ കൂട്ടത്തിലാണ്. MDM പറഞ്ഞ ബിരുദല്ലോ, MBBS അല്ലേ. MDM പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉച്ചയ്ക്ക് ഇൻഷാല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിവരം വരും. അപ്പോൾ ഓൻ്റെ MDM ആണ് ഓൻ്റെ ടീം. അല്ല, ഓൻ്റെ ആ കൂട്ടുകെട്ട് ശരിയല്ല. നിങ്ങൾ സ്നേഹത്തോടു കൂടെ നിങ്ങളുടെ കൂട്ടുകാരനായ അബൂബക്കറിന് മെസ്സേജ് അയക്കാണ്, എടാ ഞാൻ എൻ്റെ രണ്ടാമത്തോനെ പലപ്പോഴായിട്ട് നമ്മുടെ നാട്ടിൽ ആ മോശപ്പെട്ട കറക്ക് കമ്പനി ഇല്ലേ, ആ ഒഴിഞ്ഞ പാടത്ത് ആ ടീമുണ്ടല്ലോ, മറ്റേ ടീം, ആ ടീമിൻ്റെ കൂടെ കാണുന്നുണ്ട്. ഇത് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കട്ടോ, ഒന്ന് ഇടപെട്ടോ, എൻ്റെ വൈഫിനോടൊന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് കുട്ടീനെ പോക്കൊന്ന് നിയന്ത്രിക്കാൻ പറയട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? മൂപ്പര വോയിസ് കേട്ടാൽ കൂട്ടുകാരനല്ലേ പറഞ്ഞത്, ഒന്ന് കുടിയിൽ വിളിച്ചിട്ട് സ്വന്തം ഭാര്യയോട് ചോദിക്കും, അല്ലടി ഇങ്ങനെ നമ്മളെ മോനെ കുറിച്ച് കേട്ടല്ലോ, എന്താ സംഗതി, ഇത് ശ്രദ്ധിക്കണമൊന്നുമില്ലേ? നമ്മളെ കുറിച്ച് ഗൗരവത്തിലായിരിക്കും. കാരണം ഒരു പ്രവാസിയുടെ മനസ്സിലെ വേദന അറിയാലോ, ഉള്ളിങ്ങനെ പുകയല്ലോ ഇത് കേട്ട് കഴിഞ്ഞാൽ. ആ സമയത്ത് ഓള് പറഞ്ഞ വർത്തമാനം എന്തായിരിക്കും? കുട്ടീൻ്റെ അമ്മ, ആരാ നിങ്ങളോട് ഈ കള്ളത്തിലൊക്കെ പറഞ്ഞത് നമ്മളെ കുട്ടീനെ കുറിച്ച്? ഓ പറഞ്ഞാൽ എന്നോട് ചോദിച്ചിട്ട് ഇവിടുന്ന് പോകാറുള്ളൂ, പറഞ്ഞ സമയത്ത് നമ്മുടെ വരാറുണ്ട്. ഞാൻ നോക്കിയുടെ കുട്ടിയല്ലേ, ഞാൻ നോക്കിയില്ല, നിങ്ങളോട് ആരാ പറഞ്ഞത്? എടി നമ്മളപ്പുറത്തെ ആ നബീസുവിൻ്റെ ഭർത്താവില്ലേ, അപ്പുറത്തെ ആ സൈനബാൻ്റെ പുയാപ്പിളല്ലേ, നമ്മളെ മുഹമ്മദ്ക്കല്ലേ, മൂപ്പര് നാട്ടിൽ എല്ലാ കാര്യത്തിനും നടക്കുന്ന ആളല്ലേ, മൂപ്പര പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, പണ്ട് ഞാൻ ഓള് ചെറിയ പ്രശ്നമില്ലാനോ അതിന് പകരം വീട്ടിയതാണ്, നമ്മളെ കുട്ടിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഓള വക ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് ആ അബൂബക്കറാക്കാനുണ്ട് ബ്രെയിൻ വാഷ് ചെയ്യും. കാരണം എല്ലാ ഉമ്മാരെ ചിന്ത എന്താ? ലോകം മോശമാണ്, കാലഘട്ടം മോശമാണ്, നരിക്കുനിയിലെ എല്ലാവരും മോശമാണ്, എൻ്റെ കുട്ടി മാത്രം എൻ്റെ കുട്ടി മാത്രം മോശമല്ല, എൻ്റെ കുട്ടി മലക്കുകളെക്കോളും മേലെയാണ്. മലക്കിൻ്റെ അടുത്ത് അഥവാ തെറ്റുണ്ടായാലോ അതിനേക്കോളം അപ്പുറത്താണ് എൻ്റെ കുട്ടി എന്നാണ് എല്ലാ ഉമ്മാരും കരുതി വെച്ചത്. എന്നിട്ട് നിങ്ങളെ കൂട്ടുകാർ അബൂബക്കറാക്ക് ഒരു വോയിസ് ഇടും, നിങ്ങൾക്ക് മുഹമ്മദേ ഇത് എൻ്റെ കുട്ടീൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. കഴിഞ്ഞോ ഇല്ലേ? ഇതാണ് സോഷ്യൽ പാരൻറ്റിങ് ഇല്ലാത്ത പ്രശ്നം. നമ്മളെ കുട്ടിയുടെ രക്ഷിതാവായിട്ട് എല്ലാവരെയും നമ്മൾ രക്ഷിതാവായി അംഗീകരിക്കണം. ഞാനും എൻ്റെ കെട്ടിയോളും മാത്രം പോരാ കുട്ടിയുടെ രക്ഷിതാവ്. നാട്ടിലത്തെ എല്ലാവരെയും, ഈ മഹല്ലത്തിലെ ഈ കുടുംബ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയവരും കൂടിയാത്തവരുമായ മുഴുവൻ, അത് ഇന്ന മതം എന്ന് പോലുമില്ല, എല്ലാ മനുഷ്യരെയും എല്ലാ മുതിർന്നവരെയും എൻ്റെയും നിങ്ങളുടെയും മകളുടെയും മകൻ്റെയും രക്ഷിതാവായി നിങ്ങൾക്ക് കാണാൻ പറ്റണം. അതാവട്ടെ ഈ ഒരു സദസ്സിൻ്റെ ഒരു മുഖമുദ്രയായി, ഈ ഒരു സന്ദേശമായി നിങ്ങൾക്ക് നൽകാനുള്ളത്. ഇങ്ങനൊരു സോഷ്യൽ പാരന്റിങ്ങിനെ തിരിച്ചു കൊണ്ടുവന്നാൽ ഇനി അതിനേക്കാളൊരു ശ്രദ്ധ കൂട്ടുകാരാണ്. മുഹമ്മദ് അബൂബക്കറെ കൂട്ടുകാരാണ്. സ്വന്തം ജ്യേഷ്ഠാനുജന്മാരുണ്ടാകും, സ്വന്തം ജ്യേഷ്ഠാനുജന്മാർ. മുഹമ്മദ് കെയുടെ ജ്യേഷ്ഠനാണ് അബ്ദുറഹ്മാൻ. സ്വന്തം ജ്യേഷ്ഠൻ്റെ കുട്ടി, ഓൻക്ക് നമ്മളെ എളാപ്പയാണ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയാണ്. സ്വന്തം ജ്യേഷ്ഠൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ഗൾഫിലുള്ള അബ്ദുറഹ്മാൻ ഇക്കാക്കാക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണ്, എടാ ശ്രദ്ധിക്കണം. ഓ മൂത്തച്ഛനോട് പറയും, മൂത്തച്ഛി നിങ്ങളെ ഇളച്ചിയും ഓലെ ഇളച്ചി മൂത്തച്ഛി തമ്മിൽ, നിങ്ങളെ ഭാര്യ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ജ്യേഷ്ഠനക്ക് കൊടുക്കണ മെസ്സേജ്? പിന്നെ ജ്യേഷ്ഠൻ കൂടെ കൊണ്ടുപോകും. കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? സ്വന്തം ജ്യേഷ്ഠന്റെ കുട്ടിയെ തിരുത്താൻ പോലും നമുക്കിന്ന് പേടിയാണ്. പൂതില്ലാത്തോണ്ടല്ല, ആഗ്രഹമില്ലാത്തോണ്ടല്ല. പണ്ടാറടക്കഞ്ഞ് പോളെന്താ കരുതുക, ഇനി എന്ത് കുടുംബ പ്രശ്നം ഉണ്ടാക്കുന്നത് കരുതിയിട്ട്. കാരണം ആദ്യം നമ്മളൊരു വീട്ടിലായിരുന്നല്ലോ, അന്നുള്ള പുകിലും കുലുമാലൊക്കെ ആലോചിച്ചിട്ടല്ല നമ്മൾ ഒറ്റ വീടായി പോകുന്നതൊക്കെ. പിന്നെ ഇനി അന്ന് തന്നെ കുറെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഇനി പണ്ടറടക്കാൻ പോയി ചാടാനാവില്ല, എന്താച്ചാ ആയിക്കോട്ടെ. നമുക്ക് മനസ്സിലാഗ്രഹമുണ്ട് സ്വന്തം മനിയൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കാൻ, സ്വന്തം ജ്യേഷ്ഠൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കാൻ. അതിന് പോലും പറ്റാത്തത്ര വിഘാതമുണ്ടാക്കിയത് ഈ കർട്ടന് പിന്നിലുള്ള ഉമ്മമാരാണെന്നത് സംശയമില്ല. ഉമ്മമാരെ ഗൗരവത്തിൽ ഞാൻ നിങ്ങളോട്
വളർത്തുകയാണ്. ഇങ്ങനത്തെ ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്തുണ്ടാവരുത്. എൻ്റെ കുട്ടി മലക്കാളേക്കാളും മോശമെന്ന് കരുതരുത്. നിങ്ങളും നല്ലത്, നിങ്ങളുടെ കുട്ടി നല്ല തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം മോശമായതുകൊണ്ട് എൻ്റെ കുഞ്ഞ് മോശമാവാൻ സാധ്യതയുണ്ട് എന്ന ഒരല്പം ബോധമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നാട് നശിക്കൂല. നശിക്കോ? നിങ്ങളും നല്ലതാണ്. ഓരോ ഉപ്പയും നല്ലതാണ്, ഓരോ ഉമ്മയും നല്ലതാണ്. നിങ്ങൾക്ക് ജന്മം നൽകിയതല്ല, നിങ്ങൾ ജന്മം നൽകിയ നിങ്ങളുടെ മക്കളും നല്ലതാണ്. പക്ഷേ ഇന്നത്തെ കാലം മോശമായതുകൊണ്ട്, ഇന്നത്തെ സാഹചര്യം അവസ്ഥയും മോശമായതുകൊണ്ട് അവർ കേടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു അല്പം ബോധം നമുക്കുണ്ടെങ്കിൽ ഈ മഹല്ല നന്നാവുമല്ലേ? ഈ മഹല്ലത്തിൽ കുട്ടികൾ കേടുവരുമില്ലേ? എല്ലാ മനുഷ്യന്മാരും നാട്ടിലുണ്ടോ? കുറെ പ്രവാസികളില്ലേ ഈ നാട്ടിൽ? ഇല്ലേ? പ്രവാസികളില്ലേ? ഉണ്ട്. ഈ പ്രവാസികളെ കുട്ടികളെ നന്നാക്കാൻ വേറെ ആർക്കും ഉത്തരവാദിത്വമൊന്നുമില്ലേ? ഉമ്മാനെ നൈസായിട്ട് ഓല് പറ്റിക്കും. ഓല് പിന്നെ തോന്നിയ പോലെ കൂതറാവാനാണോ? അങ്ങനെ വിടാൻ പാടുണ്ടോ? കേട്ടോളൂ, എന്താ സോഷ്യൽ പാരന്റിങ്? ശ്രദ്ധിച്ചോളൂ. എൻ്റെയും നിങ്ങളുടെയും മകനെയും മകളുടെയും രക്ഷിതാവായി നമ്മൾ സ്കൂളിലെ HM-നെ കാണണം, സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററെ കാണണം, സ്കൂളിലെ ക്ലാസ് ടീച്ചറെ കാണണം, സ്കൂളിലെ പിയൂണിനെ കാണണം, സ്കൂളിൽ അവനും അവളും സഞ്ചരിക്കുന്ന ബസ്സിന്റെ ഡ്രൈവറെയും ക്ലീനറെയും രക്ഷിതാവായി കാണണം. അവളും അവനും കയറുന്ന ഇറങ്ങുന്ന ഇടങ്ങളിലുള്ള പക്വതയോടെ കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരായ നല്ല കച്ചവടക്കാരെ അവൻ്റെയും നിങ്ങളുടെയും എൻ്റെയും മകൻ്റെയും മകളുടെയും രക്ഷിതാവായി കാണണം. കഴിഞ്ഞില്ല, അവിടെ ഓടുന്ന ഓട്ടോ ഡ്രൈവറെ എൻ്റെയും നിങ്ങളുടെയും മകൻ്റെയും മകളുടെയും രക്ഷിതാവായി കാണാൻ പറ്റണം. കഴിഞ്ഞില്ല, മദ്രസയിലെ ഉസ്താദിനെ, സദർ ഉസ്താദിനെ, പള്ളിയിലെ ഖാലിയെ, പള്ളിയിലെ മുദരിസിനെ, പള്ളി കമ്മിറ്റിക്കാരെ, പള്ളിയുടെ മുത്തവല്ലിയെ, പള്ളിയുടെ ഖാലിയെ, നാട്ടിലെ കാരണവന്മാരെ, സ്വന്തം അയൽവാസിയെ, സ്വന്തം കുടുംബത്തിലെ മുതിർന്നവരെ, ഇങ്ങനെ എല്ലാ ആളുകളെയും എൻ്റെയും നിങ്ങളുടെയും മകന്റെയും മകളുടെയും രക്ഷിതാവായി കാണുന്നത് വരെ നമ്മൾ നന്നാവുകയില്ല എന്ന് എഴുതി വെച്ചോളൂ. നിങ്ങൾ പോയിട്ട് നിങ്ങളെ കുട്ടീനെ കൂട്ടിയിട്ട് പോവാ. ഞാൻ എങ്ങനെ ചോദിക്കട്ടെ നിങ്ങളോട്? നിങ്ങളെ കുട്ടീനെ കൂട്ടിയിട്ട് പോവാ. എങ്ങോട്ടാ പോകേണ്ടത്? മോനെ ഒന്ന് ഇങ്ങോട്ട് വരുമോ? വാ, നല്ല കുട്ടിയല്ലേ? വായോ, മാഷാ അല്ലാഹ്. എന്താ പേരെടാ? എങ്ങനെ? ഷാഹിൽ. ആളുണ്ടോ? ഓണാക്കി. ഷാഹിലാണല്ലേ പേര്? ഷാഹിലല്ലേ പറഞ്ഞേ? ഓക്കെ, ഷാഹിലാണ് എൻ്റെ കൂടെ ഉള്ളത്. നമ്മൾ നമ്മുടെ മകനെയും മകളെയും ഇതുപോലെ കൂട്ടുക. വിഷമമുണ്ടടാ? കുഴപ്പമില്ലല്ലോ. കുറച്ച് നേരം പിടിച്ചോട്ടെ. നല്ല കുട്ടിയാട്ടോ, മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഷാഹിൽ മോനെ ഇത് കട്ടെ, ഈ സാധനം കൊണ്ട് കണ്ട കുറച്ചേരം എൻ്റെ കുട്ടിയാണ്. ക്യാമറക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ക്യാമറൻ്റെ ആളുകാരെ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ഇതിൻ്റെ കുട്ടിയാണ് കുറച്ചേരം. എൻ്റെ മോന് സ്കൂളിൽ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ എന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. എത്രയിലാണ് പഠിക്കുന്നത്? 6ലാണ്. ഓക്കെ, 6ലാണ് എൻ്റെ മോന് ഷാഹിൽ പഠിക്കുന്നത്. ഞാൻ ഒരു ദിവസം എൻ്റെ കച്ചവടം ലീവ് ആക്കിയിട്ട് അങ്ങോട്ട് പോവാ, സ്കൂളിലേക്കാണ് പോവാ. എൻ്റെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ഞാൻ സമയം കണ്ടേ പറ്റൂ. ഞായറാഴ്ച പോയത് കേട്ടോ. പണ്ടിനെ ഞായറാഴ്ച പോയതാണ് നമ്മളിങ്ങനെയൊക്കെ ആയത്. പിന്നെ സ്കൂളുള്ളൊരു ദിവസം, അത് തുറന്ന ഉടനെ ആവരുത്. അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞൊരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? സ്കൂളിലേക്ക് ചെല്ലുക. എന്നിട്ട് മോനെ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സ്കൂളിലെ HM-ന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പൽ അടുത്തേക്ക് നമ്മൾ പോവാ. പോയിട്ടോ, സാറേ എനിക്ക് 2 മിനിറ്റ് സംസാരിക്കണമായിരുന്നു, സാറ് സമയം തരാവോ? ഓ അതിനെന്താ, വന്നിരുന്നോളൂ. സാർ അത്യാവശ്യം വർക്കൊക്കെ തീർത്തിട്ട് നമ്മുടെ അടുത്തേക്ക് വരും, അല്ലെ നമ്മൾ സാറെ ക്യാബിനിലേക്ക് നമ്മൾ വിളിപ്പിക്കും. എന്നിട്ട് നമ്മൾ സാറെ മുമ്പ് പോയിട്ട് പറയേണ്ടത്, സാറേ ഇതിൻ്റെ 2ാമത്തെ മോനാ ഷാഹിൽ, എനിക്ക് വലിയ പ്രതീക്ഷയുള്ള എൻ്റെ കുട്ടിയാണിത്, എനിക്ക് വലിയ സന്തോഷമാണ്. ഇവൻ ജനിച്ചതിന് ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടായത്, അഭിമാനം ഉണ്ടായത്, ഈ ഉയർച്ചയും വളർച്ചയൊക്കെ ഉണ്ടായത്. എൻ്റെ മക്കളെ കൂട്ടത്തിൽ നല്ലോണം പഠിക്കുന്ന മോനവന്, ഇവനിലാണ് എനിക്കൊക്കെ പ്രതീക്ഷ ഉള്ളത്. അതുകൊണ്ട് സാറേ എൻ്റെ കുട്ടിനെ ഞങ്ങൾ ഏൽപ്പിക്കാട്ടോ, എൻ്റെ കുട്ടിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാണ് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയണം, എൻ്റെ പ്രതീക്ഷക്കൊത്ത് ഇവന് ഉയരണമെങ്കിൽ, എൻ്റെ പ്രതീക്ഷക്കൊത്ത് ഇവൻ ഉയരണമെങ്കിൽ സാറേ എന്തെങ്കിലും ഇവൻ്റെ അടുത്ത് അസ്വാഭാവികത കണ്ടാൽ, ഓൻ്റെ കൂട്ടുകെട്ടിലോ ഓൻ്റെ ഇടപെടലോ ഓൻ്റെ സംസാരത്തിലോ ഓൻ്റെ പഠിത്തത്തിലോ എന്തെങ്കിലും വിഷമം കണ്ടാൽ പ്ലീസ് എൻ്റെ നമ്പർ ഇതാ. നമ്മളെന്ത് ചെയ്യുക? നമ്മളെ നമ്പർ കൊടുക്കുക. വാട്സപ്പ് നമ്പറെങ്കിൽ അങ്ങനെ, വിളിക്കാനുള്ള നമ്പറാണെങ്കിൽ അങ്ങനെ, വാട്സപ്പ് ആയിരിക്കും ഏറ്റവും നന്നാവുക. സാറ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ ഉപദേശിച്ച സാറ് ജോലി പോകും.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആ റിസ്കിന് എടുക്കണ്ട. എന്തെങ്കിലും അസ്വാഭാവികത കണ്ടാൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണേ, എനിക്ക് ആ ഫോട്ടോ ഒന്ന് എടുത്ത് വിട്ടരണേ, എന്നിട്ട് നിങ്ങൾ ആ വിഷയം ഒന്ന് ഉണർത്തി തരണേ എന്ന് പറഞ്ഞ് ഇതേപോലെ HMനെ നമ്മൾ ഏൽപ്പിക്കുന്നു, ഇതേപോലെ ക്ലാസ് ടീച്ചറെ നമ്മൾ ഏൽപ്പിക്കുന്നു, ഇതേപോലെ ബസ്സിലെ ഡ്രൈവറെയും ക്ലീനറെയും നമ്മൾ ഏൽപ്പിക്കുന്നു, ഇതേപോലെ ആ സ്കൂളിൽ നിന്ന് ബസ് കയറുന്ന സ്കൂളിൻ്റെ തൊട്ട് മുമ്പിലുള്ള പീഡക്കച്ചവടം ചെയ്യുന്ന പക്വതയുള്ള ചെറുപ്പക്കാരനെ നമ്മൾ ഏൽപ്പിക്കുന്നു, അവിടെ സ്ഥിരമായി ഉണ്ടാകുന്ന ഓട്ടോ ഡ്രൈവറെ നമ്മൾ ഏൽപ്പിക്കുന്നു, അവനും അവളും ബസ് ഇറങ്ങുന്ന ഇടത്തെ പീഡക്കച്ചവടക്കാരനെ നമ്മൾ ഏൽപ്പിക്കുന്നു, അവിടെ ഓട്ടോ ഡ്രൈവർമാരെ നമ്മൾ ഏൽപ്പിക്കുന്നു, മദ്രസയിലെയും പള്ളിയിലെയും ഉസ്താദിനെ നമ്മൾ ഏൽപ്പിക്കുന്നു, കമ്മിറ്റിക്കാരെ നമ്മൾ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ ഇവൻ മോശാവോ ഇല്ലേ? എൻ്റെ രണ്ടാമത്തെ കുട്ടി ഷാഹിൽ മോന് മോശാവോ ഇല്ലേ? ഉറക്കപ്പറ, മോശാവോ ഇല്ലേ? ഒന്ന് ഉറക്കപ്പറ, മോശാവോ ഇല്ലേ? ഒന്നുകൂടെ ഉച്ചത്തിൽ പറ, മോശാവോ ഇല്ലേ? ഇത് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒന്ന് ചെയ്തൂടെ?